ഫ്രഷ് ആട്ടെ, ഒരുപാട് പണിയുണ്ട് അടുക്കളയില്. ഇനി പിള്ളേരേറ്റ് വരുമ്പോ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. എന്തൊക്കെയാണ് സിങ്കിലാണെങ്കിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ട്. എല്ലാം തീർത്തിട്ട് വേണം പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞോണ്ട് വരി വിശക്കുന്നൊന്നും പറഞ്ഞുണ്ട്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അവൻ കുട്ടികളെ രണ്ടെണ്ണത്തിന് എണീപ്പിക്കണം. കാലത്തൊരു ജോലിയുടെ ഇടയ്ക്ക് മുടി പോലും ചീകാൻ മറന്നു എന്ന് ചീക്കേക്കാം. എന്റെ ദൈവമേ, സമയം എത്രയായി? എടി മിന്നു, ചിന്നു, എണീക്കടി. പിള്ളേരെ കൊണ്ട് ഞാൻ എണീറ്റ് വാ പിള്ളേരെ. എത്ര സമയമായിരുന്നു കൊണ്ടാ ഉറങ്ങുന്നേ? അതങ്ങനെ രാത്രി രണ്ടെണ്ണം ഫോണും കുത്തിയിരിക്കും, ഉറങ്ങുകയില്ല. അമ്മ വിളിക്കുന്നുണ്ട്, പോയേക്കാം, ഇല്ലെങ്കിൽ നല്ല തല്ല് കിട്ടും. ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മേ, ഞാൻ എണീച്ചു. ചിന്നു, നീ എണീറ്റോ? നിന്റെ ചേച്ചി ഇതുവരെ എണീറ്റില്ലേ? ഇല്ല അമ്മേ, ചേച്ചി ഇതുവരെ എണീറ്റില്ല. ഞാൻ ചേച്ചിയുടെ മുറിയിൽ പോയി നോക്കിയപ്പോ ചേച്ചി ഇപ്പോഴും ഉറങ്ങുക. അവൾ ഇപ്പോഴും ഉറങ്ങണോ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവളിന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. സമയം എത്രയാന്ന് വിചാരിച്ചിട്ടാ. ചേച്ചിക്ക് ഇപ്പൊ തല്ല് കിട്ടി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കരഞ്ഞു മെഴുകും. എനിക്കടി എത്ര സമയമാണെന്ന് വെച്ചാൽ എനിക്കടി അങ്ങോട്ടേക്ക് ഞാൻ തല്ലി വെച്ചത് മര്യാദ. എന്തോ അമ്മ, കുറച്ച് സമയം കൂടി ഉറങ്ങട്ടെ പ്ലീസ് അമ്മ. ഇപ്പൊ എത്ര സമയമുണ്ട്? കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. അമ്മ ചിന്നുനെ ചെന്ന് വിളിക്ക്. ഇനി എപ്പോഴും വന്ന് വിളിച്ചോളൂ. ഇങ്ങനെ വിളിക്കാൻ ചിന്നൊക്കെ എണീറ്റ് ഫ്രഷുമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാ. ആ കൊച്ചിനെ തന്നെ പടി എത്ര പൈസ ആയിരുന്നു നിനക്ക്? മര്യാദ എണീച്ചോണ്ട് വന്നു. ഞാൻ നല്ലോണം നിനക്ക് തരും ആട്ടി. ഞാൻ പോയിട്ട് അടുക്കളയിൽ ചെന്ന് നമുക്ക് ഭക്ഷണം ഇട്ട് വെക്കുമ്പോഴത്തേക്ക് നീ ഫ്രഷ് ആയിട്ട് അവിടെ എത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ ചൂടിലെടുത്ത് ഒരെണ്ണം വീശും മക്കളെ നിൽക്കട്ടെ. ഈ അമ്മേനെ കൊണ്ട് ഇനിയിപ്പം പോവാ, അല്ലെങ്കിൽ എനിക്ക് തടി കിട്ടും. ആ ചിന്നുവാണെങ്കിൽ എന്നെ കുറിച്ച് കുറ്റം പറയാനായിട്ട് തന്നെ വന്നിരിക്കുക. പെട്ടെന്ന് പോയി ഫ്രഷ് ആയേക്കാം. ഇളയ മക്കളോട് സ്നേഹം കുറയും, മൂത്ത മക്കളോട് സ്നേഹം കുറവും. എപ്പോഴും പറയും കൊച്ചിനെ കണ്ടുപിടി, കൊച്ചിനെ കണ്ടു. എനിക്ക് കേട്ടിട്ട് ദേഷ്യം വരും. അമ്മ ഫുഡ് വിശക്കുന്നു. നീ വന്നോ? ഞാൻ ഇപ്പൊ ഫുഡ് എടുക്കാം. നീ ഇരിക്ക്. ചിന്നു, നിനക്ക് ഫുഡ് എടുക്കാം. നിനക്ക് വിശക്കുന്നില്ലേ? അമ്മ പെട്ടെന്ന് എനിക്ക് നല്ലോണം വിശക്കുന്നു. രണ്ടുപേർക്ക് ഫുഡ്. എന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഫോൺ എടുക്കാൻ പോവാ. രണ്ടുപേരും ഇവിടെ ഇരുന്ന് അടിങ്ങാനും ഉണ്ടാക്കി. ഞാൻ വരുമ്പോ ഉണ്ടല്ലോ രണ്ടെണ്ണത്തിന് ശരിയാക്കും. ഞാൻ പോയിട്ട് വരുന്നവരെ ഇവിടെ അടങ്ങിയിരുന്നു കല്ലോ. എങ്ങനെയാലും ചേച്ചിയുടെയും കൂടി ഫുഡ് അടിച്ചു മാറ്റിട്ടിങ്ങനെ എന്താ പരിപാടി? ഐഡി കിട്ടി. ഇപ്പൊ പരീക്ഷ നോക്കാം. ചേച്ചി, അതെന്തോ നമ്മുടെ സിറ്റിയിൽ എന്തോ ഒരു വിള്ളല് പോലെ. അങ്ങോട്ട് നോക്കിക്ക്. എവിടെ? ഞാൻ നോക്കട്ടെ. തക്കം, ഇത് തന്നെ തക്കം. പെട്ടെന്ന് അടിച്ചു മാറ്റി കഴിക്കാം. ഫുഡെല്ലാം അടിച്ചു മാറ്റി കഴിച്ചോ? നോക്കിക്കോ, ഞാൻ ഇത് അമ്മയോട് പറഞ്ഞു കൊടുക്കൂടി. നിനക്ക് നല്ല തലയും വാങ്ങിച്ചു തന്നു. എന്താടി ഇവിടെ ഒച്ചപ്പാട് കേട്ടത്? നീ രണ്ടെണ്ണം പിന്നെയും പഴക്കമുണ്ടാക്കി രണ്ടിനും നശിപ്പിക്കുക. എന്താടി ഇവിടെ പ്രശ്നം? അമ്മ, ഇവളെന്റെ ഫുഡെല്ലാം എടുത്ത് കഴിച്ച്. എനിക്ക് പിന്നെ ഒന്നുമില്ല. ഇവിടെ കഴിച്ചു കഴിഞ്ഞ് എന്റെയും കൂടി എടുത്ത് ഇവിടെ കഴിച്ച്. എന്തിനാ മക്കളെ ഇവളുടെ ഫുഡ് എടുത്ത് കഴിക്കാൻ പോലെ? മക്കൾക്ക് ഞാൻ തന്നിരുന്നില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയല്ലേ ഞാൻ തന്നേ? അത് പിന്നെ ചോദിക്കാനൊന്നുമില്ല അമ്മ. നമുക്കത് നല്ല തല്ല് വെച്ച് കൊടുക്കണം കേട്ടോ. അവളുടെ കുരുത്തക്കേട് ഈ ഇടയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. പറയുന്നേ അവള് കുഞ്ഞില്ലേ, അറിയാൻ ചെയ്തതായിരിക്കും. നിനക്ക് ഞാൻ വേറെ എടുത്ത് തരാം ഫുഡ്. ഞാൻ കടയിൽ പോയിട്ട് വരാൻ പോവാ. രണ്ടെണ്ണം ഇവിടെ വഴക്കുണ്ടോ? കടമ ഞാൻ രണ്ടെണ്ണം
വരുമ്പോ ശരിയാക്കാം കേട്ടല്ലോ. എടി ഇവിടെ വാടി മിന്നു ചിന്നു ഇങ്ങോട്ട് വാ, രണ്ടുപേർക്ക് ഞാൻ ഡോണറ്റ് വാങ്ങിയിട്ടുണ്ട്, എന്നാ പോയി കഴിക്ക്. ഡോണറ്റ് ഞാൻ ഇപ്പൊ തന്നെ കഴിക്കാൻ പോയി, എനിക്ക് കൊതി വന്നിട്ട് വയ്യ. ചിന്നു നീ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു, നേരത്തെ പോലെ അവളുടെ ഫുഡ് അടിച്ചു മാറ്റി കഴിച്ച പോലെ ഇത് അവളുടെയും കൂടി എടുത്ത് കഴിച്ചിട്ടില്ല. കഴിച്ച നിനക്കൊന്ന് ഞാൻ ഉറപ്പായിട്ടും തലയായിരിക്കും. ഹായ് ഡോണറ്റ്, ഇപ്പൊ കഴിക്കണമേ, നാളത്തേനെ മാറ്റി വെച്ചേക്കാം. അതാകുമ്പോ നാളെ വിശക്കുമ്പോ ഒന്നും ഇല്ലാത്തപ്പോ ഇരുന്ന് എന്തെങ്കിലും ഫോണിൽ സീരീസും കണ്ട് ഇതും കഴിക്കാം. യെസ്, അങ്ങനെ ഇന്ന് ചെയ്യാം. അങ്ങനെ രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയാ മതിയോ. ചിന്നു പോയി കിടന്നുറങ്ങാൻ, ടി വി അധികം കാണണ്ട കേട്ടോ, രാത്രിയായി. ശരി അമ്മേ, അപ്പൊ ചേച്ചി നാളത്തിന് ഡോണറ്റ് മാറ്റി വെച്ചേക്ക. അതെങ്ങനെയാണ് അടിച്ചു മാറ്റി കഴിക്കണം? ആകട്ടെ, ചേച്ചി ഡോണറ്റ് എങ്ങനെ കഴിക്കുന്നു കാണാം. ഞാൻ ഇറങ്ങാൻ പോട്ടെ, നാളെ രാവിലെ നേരത്തെ അടിച്ചു മാറ്റാം. രാവിലെ പെട്ടെന്ന് പോയി ഡോണറ്റ് അടിച്ചു മാറ്റാം. അതേ ഇരിക്കുന്നു ഡോണറ്റ്,